Lord. Praise the- ഒരു പുതിയ വർഷം കാണുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ये नया वर्ष की नया दिन प्रभु ने हमारे लिए प्रदान दिया। इसी कारण मैं मसीह को हम धन्यवाद देता हूँ। ഈ ഒരു പുതുവർഷം ഏറ്റവും അനുഗ്രഹപ്പെട്ടതായിരിക്കും. ये नया वर्ष अनुग्रह की वर्ष बने रहे। അനേക വർഷങ്ങൾ അത് നാം കടന്നു പോയവരാണ്. बहुत सारे वर्ष हमारे में से बीत चुके हैं। Thank you, Lord. എന്നാൽ ഈ വർഷം അതിൽ നിന്നൊക്കെയും ഏറ്റവും നല്ല ഒരു വർഷമായി തീരുവാൻ നാം എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കാൻ പോവുകയാണ്. ये वर्ष नए वर्ष हमारा जिंदगी की आयु की एक वर्ष क्या संभव होने वाले हैं, हमारे में फायदा की बात क्या है, उसके बारे में मनन करना चाहता हूँ। ഏറ്റവും നല്ല ഒരു വർഷമായി അനുഭവിക്കുവാൻ തക്കവണ്ണം നമുക്ക് എല്ലാവർക്കും കഴിയും. एक अच्छे सुंदर हिंदू वर्ष हम मसीह में मनन करने के लिए, दिलासा पाने के लिए हमको क्या कर सकते हैं, उसके बारे में हम चिंता करेंगे। ഓരോ ദിവസവും ഒരാളെയെങ്കിലും ശുശ്രൂഷിക്കുവാൻ നാം തയ്യാറാവണം. हमारा जिंदगी में कष्ट दुख भोगने वाले, वेदना सहजने वाले जो व्यक्तियों को एक व्यक्ति को उद्धार करने के लिए हम प्रयत्न करना करें। നമ്മേക്കാൾ അധികമായിട്ട് മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം. हमारे से भी बढ़कर अन्यों को, दूसरों को आदर देने के लिए हम तैयार होना हमारा कर्तव्य है। മറ്റു മനുഷ്യരെ നമ്മെക്കാളും അധികമായിട്ട് സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും നാം തയ്യാറാവണം. दूसरों को अधिक से अधिक हमारे से बढ़कर आदर और प्रेम दिलाने का समय हम रखना आवश्यकता है। നാം നമ്മെ തന്നെ ത്യജിക്കുവാൻ തയ്യാറാവണം. अपने आप को त्याग करना हमारा काम है। നാം നമ്മെ തന്നെ മറന്ന് നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരുടേതായ നന്മയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുമ്പോൾ അതിലൊരു അനുഗ്രഹമുണ്ട്. हमारा आवश्यकता को हटाकर निकाल कर रखे और अन्यों को वेदना सहजने वाले के बारे में सोच विचार करेगा तो हमारा मन आनंद से भर जाते हैं। ഏറ്റവും സന്തോഷമുള്ളതായ വ്യക്തികൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ മറ്റുള്ളവരെ സേവിക്കുന്നവരാണ്. हमारा मन जितने खुश आनंद होने के कारण वो व्यक्ति आशीष पाते हैं, आनंद होते हैं, औरों को, दूसरों को सेवा करने वाले। സമൂഹം തള്ളിക്കളയുന്നതായ, പാർശ്വവൽക്കരിക്കപ്പെട്ടതായ, അത് വിവിധ ആവശ്യങ്ങൾ ഇരിക്കുന്നതായ നിരാലംബരായ വ്യക്തികളെ ചേർത്ത് പിടിക്കുന്നത് അത്രേ സുവിശേഷം. और सुसमाचार की अर्थ यही है, इंकार किया, त्याग किया, छोड़ दिया, अपने स्वयं जीवन परिरक्षा करने के लिए हो नहीं सकते और इत्यादि दुख से भरे हुए को आदर करना, प्रेम करना वही महत्वपूर्ण सेवकाई है। നമുക്ക് ഓരോരുത്തർക്കും മഹാന്മാരായിത്തീരും, വലിയവരായിത്തീരുവാൻ കഴിയും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ. हमारे प्रत्येकों को महान व्यक्ति बन सकते हैं और दूसरों को प्रेम, मेल मिलाप और सेवकाई करने के लिए आग्रह रखेगा तो हम आगे बढ़ सकते हैं.
ഈ ശബ്ദപരിധിയിലായിരിക്കുന്നത് ഓരോ വ്യക്തികൾക്കും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ദൈവത്തിന്റെ മുമ്പാകെ വളരെയധികം എന്താണ് വലിയവരാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് ഒരു അംഗീകാരം ഉണ്ടാകും. मेरा शब्द सुनने वाले ध्यान दे, और दूसरों को सेवा आगाही, दूसरों को मदद की के लिए, प्रेम मेल मिलाप के लिए हम तैयारी होएगा तो हमारा जिंदगी खूबसूरत हो जाते हैं. നമ്മുടെ ചുറ്റുപാടുമുള്ളതായ വേദനിക്കുന്നതായ വ്യക്തികൾക്ക് ആശ്വാസം പകരുന്നതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ദൈവം മുമ്പാകെ അത് അംഗീകാരം ലഭിക്കും. हमारे चारों तरफ रहते हैं, कठिन वेदना में रहने वालों को हमारा बोली में, धन दौलत में, सेवकाई में मदद करेगा तो मसीह ने हमारा जिंदगी को बदल डाल देते हैं. യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക. यीशु मसीह ने जो वचन दिया, मेरा पीछे हो लिया जाओ. അഥവാ എന്റെ ഉദാഹരണം, എന്റെ ജീവിതത്തെ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണുവാനത്ര യേശു പറഞ്ഞത്. यीशु मसीह ने जो वचन दिया, मेरा जिंदगी को थोड़ा परखे, मेरा जिंदगी कैसे हो जाते हैं. യേശു പറഞ്ഞത്, നിങ്ങൾ മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക. तेरी मनभावनी, हमारा चिंता औरों ने हमें सेवकाई करने के लिए, हमें देने के लिए तो आग्रह करेगा तो ये आग्रह अन्यों को किया करने के लिए तैयारी हो जाए. തിരുവചനത്തിലെ ഒരു ഗോൾഡൻ റൂളാണ്, സുവർണ നിയമമാണ് നാം കേട്ടത്. और बाइबल की, धर्मशास्त्र की सोने की नाई एक आवाज शब्द है, हम सुना हुआ शब्द. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ നാം സഹായിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങളും ദൈവം നിവർത്തിച്ചു തരും. हमारा जिंदगी की आवश्यकता को पूरा करने के लिए, औरों के लिए हम सेवकाई के लिए तैयार होवे तो मसीह ने हमारा काम कार्यों को भी पूरा करेंगे. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. हमारा जिंदगी में अन्यों को, दूसरों को अधिक से अधिक सेवकाई और प्रेम मेल मिलाप रहना उत्तम है, आवश्यकता है. നിരാലംബരായ, സഹായം ഇല്ലാത്തതായ വ്യക്തികളെ കുറിച്ച് ഒരു കൺസേൺ, നമുക്ക് ഒരു വിചാരം ഉണ്ടാകേണ്ടത് ആവശ്യമായിരിക്കും. और वेदना से, दुख से भरी हुई लोगों के बारे में हमारे मन में एक तसल्ली हृदय हमारे मन में होना आवश्यकता है. 2026 എന്ന വർഷം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ നാം ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് നമ്മൾ വില കൽപ്പിക്കണം. 2026वां वर्ष दूसरों के बारे में सोच विचार करके उन्हीं के लिए, मदद के लिए मन लगाना आवश्यकता की वर्ष है. എന്ത് ത്യാഗവും സഹിച്ച് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ തക്കവണ്ണം നാം തയ്യാറാവുകയാണെങ്കിൽ ഈ 2026 ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വർഷമായിരിക്കും. और हमारा जीवन में जो कुछ है, दूसरा के जीवन के बारे में सोच विचार करके आगे जाएगा तो 2026वां वर्ष आनंद खुशी का वर्ष आगे बढ़ेगे. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം, लूका की सुसमाचार 22वां अध्याय 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. 22वां अध्याय और 26वां पद से लेकर हम देखेंगे. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. 26 അല്ലേ, 26, 24. 22-24. അതെ, ओके. और लूका की सुसमाचार 22वां अध्याय
24वां पद से लेकर हम ये बात वचन दी, उनमें यह बात विवाद भी हुआ कि उनमें से कौन बड़ा समझा जाता है। उसने उससे कहा, अन्य जातियों के राजा उन पर प्रभुता करते हैं और जो उन पर अधिकार रखते हैं वे ഉപകാരक कहलाता है। അപ്പൊ യേശുക്രിസ്തുവിൻ്റെതായ ശിഷ്യന്മാർ അവനോടൊപ്പം നടന്ന് ശുശ്രൂഷ പങ്കാളികളായി തീരുന്നതായ വ്യക്തികൾ അവർക്ക് വേണ്ടത്ര രൂപാന്തരവും ഒന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല. यीशु मसीह का पीछे पीछे हो लिया जाने वाला शिष्यों के बारे में यीशु ने आग्रह करते हैं, इच्छा रखते हैं, वो अनुभव उन पर है नहीं है। ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടായിട്ട് കാൽവരി ക്രൂശിൽ യാഗമായി തീരുവാൻ തക്കവണ്ണം കഠിനമായിട്ടുള്ളതായ ആ ഒരു അനുഭവത്തിലൂടെ യേശു ക്രിസ്തു കടന്നു പോകുമ്പോൾ ഇവര് ചിന്തിക്കുന്നത്, ഇവരിൽ ആരാണ് വലിയവൻ, ആരാണ് ഇടത്തെ ഭാഗത്ത് ഇരിക്കുന്നത്, ആരാണ് കർത്താവിന്റെ വലത്തെ ഭാഗത്ത്, ഇങ്ങനെയുള്ളതായ വെറും മാനുഷികമായിട്ടുള്ള ചിന്തകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. मानवजातियों को के लिए, उनका उद्धार के लिए मेमना की नाई लोहू बहाकर अपना जीवन स्वयं बलिदान कर उनका उद्धार रक्षा के लिए आया हुआ मसीह की ओर अपना शिष्यों ने पूछताछ कर रहा है, हे मसीह तेरी दाहिनी और बाई बाजू में कौन बैठेंगे, किसको ठहराएंगे, नियुक्त करेंगे, उसका बारे में उन्होंने गुड़गुड़ाने के लिए शुरू किया है। യേശുക്രിസ്തുവിന് ശേഷം തന്റെ പിൻഗാമിയായിട്ട് ആർക്കാണ് ഒരു സ്ഥാനം കിട്ടാൻ പോകുന്നത്, ഞങ്ങളിൽ ആർക്കാണ് ആ സ്ഥാനം, ആ ഭാഗ്യം കിട്ടുവാൻ പോകുന്നത്, ഇതാണ് അവരുടെ ചിന്ത. यीशु मसीह की मृत्यु के बाद में यीशु ने अभी हमारा स्वामी मालिक बन गया है, वो स्थान जिन पर जिसको ऊपर सौंपेंगे, कौन मालिक बनेंगे, अधिकारी हो जाएंगे, ये सोच विचार करके उन्होंने वहां पर बातचीत की है। അത് ജാതികളുടേതായ ചിന്തയാണെന്ന് യേശു അവരെ ഓർമ്മിപ്പിച്ചു. अन्य जातियों की चिंता है, कल्पना है, ये बात मसीह ने उनको जवाब दिया है। യേശു അവരോട് പറഞ്ഞു, നിങ്ങളിൽ വലിയവൻ ഇളവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നതിനെ പോലെയും ആകട്ടെ. 26-ാം വാക്യം. और 26वां पद में यह वचन दिया, परंतु तू ऐसा ना होना, वरनु जो तुम्हें बड़ा है वे छोटे के समान और जो प्रधान है वह सेवक के समान बने। യേശു പറഞ്ഞു, വലിയവൻ ഇളയവനെ പോലെ, സീനിയർ ജൂനിയറിനെ പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. और मसीह ने उनको यही चेतावनी दिया, और बड़े वाले छोटे वाले होंगे नाई बने। നിങ്ങളിൽ ആർക്കെങ്കിലും നായകൻ ലീഡർ ആകണമെന്നുണ്ടെങ്കിൽ അവൻ ശുശ്രൂഷിക്കുന്നവനായി ആയിരിക്കണമെന്ന് യേശു പറഞ്ഞു. तुम्हारा बैठा वाले, इसके मतलब सीमा के ऊपर बैठने वाले सेवकाई के लिए सेवक होकर तैयारी होना आवश्यकता है। യേശുവിനെ അവരോട് ചോദിച്ചു, ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ അതോ ഭക്ഷണം വിളമ്പുന്നവനോ ആരാകുന്നു വലിയവനെന്ന്. यीशु मसीह ने शिष्यों को पूछा, खाना खाने के लिए बैठने वाला या उसको बांटने वाला कौन बड़ा है, ये पूछताछ की है। യേശു തന്നെ മറുപടി പറഞ്ഞു, ഭക്ഷണത്തിന് ഇരിക്കുന്നവനത്രേ ശ്രേഷ്ഠനായിരിക്കുന്നത്. यीशु मसीह ने उनको जवाब दिया, खाने के लिए बैठने वाला बड़ा है, ये बात की है। യേശു അവരോട് പറഞ്ഞത്, നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവന്റെ യേശു തന്നെ പറയുകയാണ്, ഞാൻ നിങ്ങളെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനായി ആയിരിക്കും, നിങ്ങളെ സെർവ് ചെയ്യുന്നതിനത്ര ഞാൻ വന്നിരിക്കുന്നത് എന്ന്. और यीशु मसीह खुद अपने आप ने कहा, मैं तुम्हारा बीच में तुम्हारा सेवकाई के लिए मैं आया है। ദൈവത്തിന്റെ ഭൃത്യന്മാരെ കുറിച്ച് പലരും ഇങ്ങനെ അഭിസംബോധന ചെയ്യാറുണ്ട്, ശ്രേഷ്ഠനായ കർത്താവിൽ പ്രസിദ്ധനായ ദൈവത്തിന്റെ ദാസനെന്ന്.
और हमारे आजकल दिनों में ये बात सुन रहा है और मसीह में बहुमूल्य है, महान है मसीह में, और उन्नत पदवी में बैठने वाले हैं इत्यादि, और प्रशंसा की बात कहने वालों को आजकल हम देखते हैं। മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ട് ജീവിക്കുന്നതായ മത മേലധ്യക്ഷന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. और उन्हें ऐसे प्रशंसा, इसके मतलब और उनको ये तारीफ करते हैं, ये सुनकर और दिलाजा पाने वाले अधिकारियों को आजकल दिनों में हम देखते हैं। യേശു പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവരെ പോലെ ആകുന്നത് മതിയെന്ന്. मसीह ने अपने शिष्यों को कहा, तुम्हारा बीच में सेवकाई करने वालों की न्याय बनना उचित है. അപ്പം അതെ, പൊതുവെയുള്ളതായ മനുഷ്യന്റെ ധാരണയ്ക്ക് വ്യത്യസ്തമായിട്ടത്ര യേശു പഠിപ്പിച്ചത്. यीशु मसीह ने उसी जमाने में आमतौर पर लोगों का बीच में सोच विचार है, वो सोच विचार की बदले दूसरा एक शब्द सिखाते हैं. ഒരു ദാസൻ എന്നുള്ളതായ നിലയിലത്രേ യേശു ശിഷ്യന്മാരോടുകൂടി ഇടപെട്ടതും തന്റെ ശുശ്രൂഷ നയിച്ചതും. यीशु मसीह भूमि पर आया एक दास की नाम लेकर, स्वयं एक दास सेवकाई करने वाले की न्याय यीशु मसीह ने उनका बीच में वर्तमान किया है. ദൈവപുത്രനായ യേശുക്രിസ്തു ഇവിടെ പ്രവർത്തിച്ചത് ഒരു ദാസനായിട്ടത്രേ. यीशु मसीह भूमि पर काम किया एक दास की न्याय. നമ്മെ ഏവരെയും ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി അത്രയും യേശു സമയം കണ്ടെത്തിയത്. मैं और आप सभी को सेवकाई के लिए मसीह ने भूमि पर आया है. അപ്പൊ സ്വർഗത്തിലെ സിംഹാസനവും സകലവിധമായിട്ടുള്ളതായ സൗഭാഗ്യങ്ങളും മാറ്റിവെച്ചിട്ട് ഈ താണഭൂമിയില് അത് മനുഷ്യന്റെ രൂപത്തിൽ യേശു അവതരിച്ചു. और स्वर्ग राज्य में जितने महिमा थे, आदर थे, सारे सब कुछ त्याग कर भूमि में मसीह ने जन्म पाया है. അപ്പോ ഒരു ശുശ്രൂഷകൻ അഥവാ ഒരു ദാസൻ എന്താ ചെയ്യുന്നത്? അവന്റെ സുഖമല്ല നോക്കുന്നത്, അവനെ ഏൽപ്പിച്ചിരിക്കുന്നതായ വ്യക്തികളുടേതായ അവരെ ശുശ്രൂഷിക്കുന്നതിലത്രേ അവന് സന്തോഷം. और दास के काम दूसरों को, अन्यों को सेवकाई करना, उनका कितनी भी अपने आप का जीवन त्याग कर सेवकाई में क्या करने का है, ये बात आग्रह रखते हैं. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം, फिलिपियों की पत्री 2रा अध्याय, അതിന്റെ 3-4 വാക്യങ്ങൾ. दूसरा फिलिपियों की पत्री 2रा अध्याय 3 और 4वां पद में, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. विरोध या झूठी बढ़ाई के लिए कुछ ना करो, पर दीनता से एक दूसरों को अपने से अच्छा समझो. ഇപ്പോ ചില സഭകളിൽ നാം നോക്കുമ്പോൾ അവിടെ പല പല അധികാരങ്ങള് കൈകാര്യം ചെയ്യുന്നതായ പ്രബലന്മാരായ പ്രമാണികളെ നമുക്ക് കാണുവാൻ കഴിയും. बहुत सारे मंडलियों में हुकूमत करने वाले अधिकारियों की न्याय सेवकों ने वर्तमान करते हैं, हम देखते हैं. അപ്പൊ കർത്താവ് പഠിപ്പിച്ചിരുന്ന വ്യത്യസ്തമായിട്ടുള്ളതായ പ്രവണതയാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. मसीह ने हमें सिखाया हुआ काम कार्य देख सकता है. യേശു പറഞ്ഞത് താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. यीशु मसीह ने हमें सिखाया और धीरता से एक दूसरों को अपने से अच्छा समझो. ഇപ്പോ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അവൻ ദാസരൂപം എടുത്ത് മനുഷ്യരുടെ സാദൃശ്യത്തിലായി. जैसे मसीह यीशु का स्वभाव था, वैसा ही तुम्हारे भी स्वभाव हो,
जिन्हें परमेश्वर के स्वरूप में होकर भी परमेश्वर के तुल्य होने को अपने वश में रखने की वस्तु न समझा। അപ്പൊ മനുഷ്യനായി വിളങ്ങി താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. मार दिया है, मरनो अपने आप को ऐसा शून्य कर दिया और दास का स्वरूप धारणा किया और मनुष्य की समानता में हो गया। അപ്പോ തന്നെത്താൻ താഴ്ത്തിയതായ യേശുവിനെ ദൈവം എന്ത് ചെയ്തു? സകല നാമത്തിനും മേലായ നാമം നൽകി. और अपने आप को दीनता में लाया। इसी कारण में यहोवा परमेश्वर ने मसीह को सारे सर्वदा सारे सब काम कार्य अधिकारों की शीर्ष बनाया है। യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. यीशु के नाम की महिमा की और मनुष्य के रूप में प्रकट होकर अपने आप को दीन किया और आज्ञाकारी रह की मृत्यु, हाँ क्रूस की मृत्यु भी सहरी। അപ്പോ നാം ആയിരിക്കുന്ന സഭകളില് അല്ലെങ്കിൽ സമൂഹത്തില് നാം ഒന്ന് മാറി നിൽക്കുവാൻ തയ്യാറാകണം. हम जो मंडली में है थोड़ा हटकर थोड़ा सीमा की पार रहना उचित है। അപ്പം നാം മാറി നിന്ന് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരായി സഹായിക്കുന്നവരായി തീരണം. हम हटकर एक वश में रहकर अन्यों को सेवकाई के लिए हम तैयारी होना आवश्यकता है। നമ്മുടെ സഭാ യോഗങ്ങളിൽ നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കുവാൻ കഴിയുമോ എന്നുള്ളതല്ല നാം ചിന്തിക്കേണ്ടത്. हमारा मंडली में से कुछ कमाने की रास्ता ना विचार करे। മിക്ക സഭകളിലും അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. और बहुत सारे मंडलियों में अधिकार के लिए, हुकूमत करने की काम कार्य के लिए ऐसा बड़ा समस्या बना रहा है। നമ്മെ തന്നെയും നമ്മുടെ സൗകര്യങ്ങള് മറക്കുകയും ത്യാഗത്തോടു കൂടിയും മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ളതായ ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. मसीह ने हमारे में आग्रह रखते हैं अपने आप को त्याग कर अन्यों को औरों को सेवकाई करने के लिए हम अधिकार में रहना आवश्यकता है। സ്ഥാനമാനങ്ങളെ ചൊല്ലി നാണിച്ച് കലഹിക്കുന്നതായ വ്യക്തികളെ കുറിച്ച് കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞിട്ടുണ്ട്. और कुर्सी पकड़कर अधिकारी बनने के लिए, अध्यक्ष बनने के लिए और मेहनत किए वालों को हमारा केरला में एक कवि थे और कुंजन नम्बियार नाम है, वो ही ने चित्र बनाया था। അതുകൊണ്ട് നമ്മെ തന്നെ മറന്ന് നമ്മെ തന്നെ ത്യജിച്ച് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ നമ്മെ സമർപ്പിക്കാം. अपने आप को त्याग करते हुए अपने आप को मसीह की सेवकाई के लिए समर्पण करते हुए जीना आवश्यकता है. നാം ആരാണ് എന്നുള്ളതായ പദവികളൊക്കെ നമുക്ക് മാറ്റിവെച്ചിട്ട് നമുക്ക് എന്ത് തന്നെ സംഭവിച്ചാലും കർത്താവിൻ്റെ പിന്നെ പറഞ്ഞതുപോലെ അതനുസരിച്ച് നമ്മെ തന്നെ താഴ്ത്തി മറ്റൊരു സർവന്റിനെ പോലെ ഒരു ദാസനെ പോലെ സമൂഹത്തെ സേവിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. हमारा पदवी, हमारा कुर्सी, हमारा चिंता कल्पना त्याग करके हुए हम एक दास है, हम दासत्व लिया है, ये सोच समझ कर सेवकाई के लिए आगे बढ़ना आज सुबह ही वक्त चेतावनी दे रहा है. മനുഷ്യന് സഭകളിലും അവര് മിടുക്കന്മാരാണ്, വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായിട്ടും സമൂഹത്തിൽ വലിയ പദവികളുള്ളവരാണ് എന്ന് കാണിക്കുന്നതിനുള്ളതായ താൻ ആരാ എന്ന് കാണിക്കുന്നതിനുള്ളതായ ഒരു പ്രവണത പൊതുവെ കണ്ടുവരുന്നു. दुनिया के लोगों के बीच में मैं कौन हूं, मैं महान है,
वो दिखाने के लिए कि दिखावट की चीज की नाई बनाते हुए लोगों को हम आजकल दिनों में हम देखते हैं। മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ മിടുക്കനെന്ന് കാണിക്കുവാൻ തക്കവണ്ണം പലരും ശ്രമിക്കുന്നു. दूसरों का सामने में कुछ भी कुछ अधिकार है, कुछ ना कुछ महान है, सोच अपने आप को सोच विचार करने वाले हैं। അത് വിശദീകരിക്കുന്നതിന് വേണ്ടി ആ, ഒരു വ്യക്തിയും അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ ഒരു ഉദാഹരണം പറഞ്ഞു. और उन्होंने एक जान पहचाने वाले एक व्यक्ति का बारे में यह उदाहरण बताया है। ജോൺ മാക്സ്വെൽ എന്ന് പറയുന്നതായ ദൈവത്തിന്റെ ദാസൻ അത് പറഞ്ഞതായ ഒരു ഉദാഹരണം ഞാൻ പറയാം. जॉन मार्शल नाम में एक महान व्यक्ति के बारे में मैं एक उदाहरण बताने के लिए चाहता है, नमूना बताने के लिए चाहता है। നമ്മൾ 8-10 പേര് ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുവാൻ ഒരാളോട് പറയുന്നു. और 8-10 जन इकट्ठा होकर एक ग्रुप फोटो खींचने के लिए औरों को कहा है। ആ ഫോട്ടോയുടേതായ പ്രിന്റ് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ബാക്കി 8-10 പേരുണ്ടെങ്കിലും നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മൾ എങ്ങനെ ഇരിക്കുന്നു എന്നാണ്. और 10 जन की मिलकर फोटो पकड़ा है कि फोटो खींचा है, उसमें यो उनका कॉपी मिला। तब प्रथम समय हम देखते हैं ये फोटो में मेरा चित्र कैसा होता है वो देखते हैं। നമ്മൾ ഏറ്റവും നന്നായിരിക്കുന്നുവെങ്കിൽ അത് അപ്രൂവ് ചെയ്യും, കൊള്ളാമെന്ന് പറയും. और हम जितना खूबसूरत होवे तो सोचते हैं हाँ ठीक है बहुत अच्छा हो गया। നമ്മൾ അത്രയും നന്നായിട്ടില്ല എങ്കിൽ വീണ്ടും എടുക്കുവാൻ പറയും. वो इतनी अच्छा नहीं होवे तो और कहेंगे फिर भी वो फोटो खींचो। പ്രിയരെ, അതുകൊണ്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റ്, മറ്റുള്ളവർക്ക് ജീവിതത്തിൽ നാം സ്ഥാനം കൊടുക്കുക, അവർക്ക് പ്രാധാന്യം കൽപ്പിക്കുക, വില കൽപ്പിക്കുക. और मानो हम हमारे से बढ़कर दूसरों को आदर देना, मैं हमारा और इनकी महिमा उनको दे देना। അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് അല്ല ഇവിടെ പ്രധാനം. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക എന്നുള്ളത് അത്രേ. हमारा पदवी ना देखते हैं, मसीह ने हम देखते हैं सेवकाई में हम कैसे होते हैं। നമ്മള് നല്ല ശമരിയക്കാരനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. हम बाइबल में अच्छे शमरी के बारे में हम पढ़ते रहते थे। അപ്പോ വഴിയരികിൽ അർത്ഥപ്രാണനായി കിടന്നതായ ഒരു യാത്രക്കാരന്റെ അവസ്ഥ കണ്ടിട്ട് മനസ്സലിഞ്ഞതായ ഒരു അന്യജാതിക്കാരനായ ശമരിയാക്കാരൻ. और रास्ता में अधम हुआ पाया हुआ एक व्यक्ति को देखता, अन्य पराया जाति थे जो शमरी ने और तरस खाया उसका बारे में। അതുവഴി വന്നതായ ലേവ്യനും പുരോഹിതനും ഒക്കെയും ഇയാളെ കണ്ട്, ഈ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് റോഡിന്റെ മറ്റേ വശത്തോടുകൂടി ഇതൊന്നും കണ്ടില്ല എന്നുള്ള മട്ടിൽ അവരങ്ങ് നടന്നുപോയി. और एक याचक एक और फरीसी व्यक्ति ने वो सड़क की दूसरे पार में देखते हुए उन्होंने चले गया। കാരണം അവരുടെ ഔദ്യോഗികമായ മതപരമായ ജോലിയിൽ ജോലിക്ക് പോകുന്ന തിരക്കുള്ള മനുഷ്യരാണ് അവര്. और उनका पदवी में शीर्ष पदवी में बैठने वाले हैं, उन्होंने हुकूमत करने वाले हैं, उनका काम कार्य है। ये अधम हुआ पाया हुआ व्यक्ति का ऊपर तरस नहीं खाया और रास्ता में चले गया। പലപ്പോഴും നമ്മളും അതുപോലെ കണ്ടില്ല എന്ന് നടിച്ച് മാറിപ്പോയ സന്ദർഭങ്ങളില്ലേ? हमारा जिंदगी में ऐसी प्रकार की कई अनुभव हमारा जीवन में भी आया होगा। ഒരു ചെറിയ ആക്സിഡന്റോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ എന്ന് ആരെങ്കിലും പറഞ്ഞു കിടക്കുമ്പോൾ ഞാനും പലപ്പോഴും അത് എന്താണ് എന്നിങ്ങനെ നോക്കിയിട്ടുണ്ട്. और परमेश्वर की दास का जीवन में भी रास्ता में कोई गिर पड़ा है, अनर्थ हुई है और आगे क्या हो गया देखते हुए गया हुआ समय मेरा जीवन में भी है। സന്മനസ്സുള്ളതായ ആരെങ്കിലും അവിടെ വന്ന് അവരെ ഹെൽപ്പ് ചെയ്യുകയും ആശുപത്രി കൊണ്ടുപോവുകയും ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. अच्छे मन वालों
आकर उन्होंने उठाया और हॉस्पिटल में दाखिल किया है। वही भी എന്നാൽ मैंने देखा है। എന്നാൽ ആ ഒരു ദുരവസ്ഥയിൽ കിടക്കുന്നതായ ഒരു വ്യക്തിയെ കണ്ടിട്ട് അവിടെ നിന്ന് അവന് വേണ്ട ശുശ്രൂഷ കൊടുക്കുന്നതിന് വേണ്ടിയും തനിക്കത് ഇൻകൺവീനിയന്റ് ആണ്, തനിക്കത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിൽ തന്നെയും അയാളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളതായ ഒരു നല്ല മനുഷ്യനത്രേ ശമരിയാക്കാരൻ. और अपना स्वयं जीवन की आधार, जिंदगी की आधार जीवन बिताते हैं जो व्यक्ति दूसरा का वेदना दुख को देखते हुए तरस खाया हुआ व्यक्ति है ये शमरी व्यक्ति। അപ്പോ ലേവ്യനെയും പുരോഹിതനെയും പോലെ പലപ്പോഴും നാം പ്രവർത്തിക്കുകയും കണ്ടില്ല എന്ന് നടിക്കുകയും അല്ല എങ്കിൽ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുകയും ചെയ്യും. वो लेवी और फरीसी की न्याय देखा है लेकिन सेवकाई नहीं दिया और उन्होंने चलो हम घर में जाकर प्रार्थना करेंगे बोलकर जाने वाले हैं। അപ്പോൾ നമ്മുടെ സ്ഥാനമാനങ്ങളും നമ്മുടെ അസൗകര്യങ്ങളും മാറ്റിവെച്ചിട്ട് ജീവിതത്തിന്റെ വഴിത്താരയിലും തകർന്ന് വീണുകിടക്കുന്നതായ അവശരായ വ്യക്തി ജീവിതങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയും അവരെ ഉത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നാം തയ്യാറാവണമെന്ന് യേശു ഈ ഉപമയിലൂടെ നമ്മെ പഠിപ്പിച്ചു. यीशु मसीह ने ये नमूना दी, थके मांदे हुए लोगों को उन पर दया करे, उनको आदर करे, उनका सेवकाई करे, इसके बारे में मसीह सिखाया है। യേശു പറഞ്ഞത് തന്റെ ജീവനെ കളയുന്നവൻ അതിനെ നേടുമെന്നാണ്. मसीह ने ये वचन दिया, अपना जीवन त्याग करे तो अपना खोए हुए जीवन वापस मिलेगा। നമ്മുടെ ജീവിതത്തിൽ നാം ഉയർത്തപ്പെടണമെങ്കിൽ നാം അത് നമ്മുടെ ജീവിതത്തെ ലോകപരമായിട്ടുള്ളതായ ജീവിതത്തെ നാം അത് നഷ്ടപ്പെടുത്തുവാൻ തയ്യാറാവണം. आजकल दिनों में ये बात सोच समझे, अपना आपके जीवन त्याग करे, औरों को धक्के मारते हुए लोगों को उठाने के लिए जागते ही रहे। നമ്മൾ വലിയവരാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളെ തന്നെ ഒരു ദാസനെ പോലെ താഴ്ത്തുവാൻ നാം തയ്യാറാകണം. हम सोच समझेगा तो अपना जिंदगी एक दासत्व बनाए और दास बनाया जाए, हमको प्रभु ने शीर्ष में लाएंगे. ഏറ്റവും മുമ്പിലാകുവാൻ നാം ആഗ്രഹിക്കരുത്, ഏറ്റവും പിൻപിലായി തീരുവാൻ നാം ആഗ്രഹിച്ചാൽ ദൈവം നമ്മെ ഉയർത്തും. हमारा आग्रह एकदम आगे बढ़ो, शीर्ष बने। हम सोचना वो उल्टा, हम निजा हीना समय, इसकी मतलब अपना अपना जीवन नम्रता में लाएगा तो मसीह ने हमको बढ़ाने के लिए समय देंगे. അതെ, നമ്മുടെ ജീവൻ ത്യജിക്കുവാൻ തക്കവണ്ണം, മരിക്കുവാൻ തക്കവണ്ണം, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗത്തോട് പ്രവർത്തിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ നാം ഉയർത്തപ്പെടും. अपने आपकी जिंदगी त्याग करे, सेवकाई के लिए दौड़े, ये बात सोच समझेगा तो मसीह ने हमें इस्तेमाल करेंगे. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. यूहन्ना की सुसमाचार 13वां अध्याय की ओर आपको मैं लाता हूं. यूहन्ना का सुसमाचार 13वां अध्याय അതിന്റെ 4-ാം വാക്യം. 4-ാം വാക്യം. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. यूहन्ना की सुसमाचार 13वां अध्याय 4वां पद में ये वचन दिया है, भोजन पर से उठकर अपने ऊपरी कपड़े उतार दिए और ओगोछा लेकर अपनी कमर बांधी, तब बर्तन में पानी भरकर चेलों की पाप धोने और जिस ओगोछे से उसकी कमर बांधी थी उसी में पोंछने लगा. താൻ ക്രൂശിക്കപ്പെടുവാൻ വളരെ അടുത്തിരിക്കുന്ന സമയമാണ് എങ്കിലും
തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ടതായ, ഏറ്റവും ദുഃഖകരമായിട്ടുള്ളതായ ആ സമയത്തും തൻ്റെ ശിഷ്യന്മാരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയും അവരുടെ കാൽപാദങ്ങൾ കഴുകുവാൻ തക്കവണ്ണം യേശു സന്നദ്ധനായി. और मसीह की क्रूसारोहण के समय एकदम निकट आ गया, इनका दुख भरने की समय एकदम आगे आया। फिर भी यीशु मसीह ने सेवकाई में मसीह को मदद किए हुए जो चेलों की पाप धोने के लिए, पहुंचने के लिए मसीह तैयारी हुई है। യേശു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു. और यीशु मसीह ने वो गोशा लेकर, कमर बांधकर, पात्र में पानी लेकर अपना शिष्यों का पाप धो लिया है ശിഷ്യന്മാരുടെ കാൽ കഴുകി. और शिष्यों का पैर धोया है। ഇവിടെ നാം കാണുന്നത് യേശു ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു. അതുപോലെ തന്നെ പീലാത്തോസിനെ കുറിച്ച് പറയുമ്പോഴും അവൻ വിചാരണ കഴിഞ്ഞതിന് ശേഷം അവനും ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു. और यहाँ पर हम देखते हैं यीशु मसीह एक पात्र में पानी उठाया, इससे नहाई, यीशु को विचारणा में लाया। पीलातोस भी पात्र में पानी लिया है। പീലാത്തോസ് എല്ലാവരെക്കാളും തനിക്ക് തന്നെ മുൻപിൽ തന്നെ ഏറ്റവും മുമ്പിൽ കണ്ടുകൊണ്ട് താൻ പറയുകയാണ്, എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല, ഞാൻ ഇതിൽ നിന്ന് ഒഴിവായിരിക്കുന്നു എന്ന്. पीलातोस ने हुकूमत करते हैं, अधिकारी है, जो इन्हें निर्दोषी मसीह की लोहू के कारण मुझे को कोई भाग नहीं, ये सोच बोलकर उन्होंने हाथ में पानी लिया है, धो लिया है। അപ്പൊ പീലാത്തോസ് തന്റെ കാര്യം സേഫ് ആക്കുകയാണ്. पीलातोस व्यक्ति ने अपने आप की जिंदगी को सुरक्षित कर रहा है। എന്നാൽ യേശു ക്രിസ്തുവും വെള്ളം എടുത്തതിന് ശേഷം അത് തന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നതിന് തയ്യാറായി. അഥവാ യേശു ക്രിസ്തു മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിന്, തന്നെ ത്യജിച്ച് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി യേശു തയ്യാറായി. और आकाश और पृथ्वी रचाया हुआ रचनहार ने, ये मसीह ने अपने आप की जिंदगी को त्याग करते हुए ये शिष्यों का पाप धोने के लिए पानी हाथ में ली है। ഓരോ വിശ്വാസിയും ഈ യേശുവിൻ്റെതായ മാതൃക സ്വീകരിക്കേണ്ടത് ആവശ്യമായിരിക്കും. मसीह ने हमारे लिए एक नमूना बताया और ये बात अंगीकार करना आवश्यकता है। ഒരു ദൈവദാസൻ ദൈവ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടിയും മദ്യപാനികളും അതുപോലെ തന്നെ മയക്കുമരുന്നും വ്യഭിചാരവും ഇതുപോലുള്ളതായ എല്ലാ തിന്മ പ്രവൃത്തികളും ദാരിദ്ര്യവും ഒക്കെ ഉള്ളതായ ഒരു സ്ലം ഏരിയയിലേക്ക് കടന്നുപോയി. एक परमेश्वर के दास ने पियाकड़ और पीने वाले दुर्दशा में जाने वाले लोग रहते हैं, वो स्थान में उन्होंने गया है। അദ്ദേഹം അവിടെ പോയതിനു ശേഷം ഒരു കെട്ടിടത്തിന്റെ മുൻഭാഗത്തായിട്ട് ഒരു ഡെസ്കും ഒരു കസേരയും ഒരു മേശയും ഇട്ട് അവിടെ ഇരുന്നു. वो परमेश्वर के दास ने एक महल की आंगन में एक मेज और एक कुर्सी डालकर वहां पर बैठा है। ആ തിരക്കുള്ളതായ തെരുവിൽ അദ്ദേഹം അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഓരോരുത്തരായിട്ട് വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന്. और इतनी भीड़ जमा है और ये लोगों ये महान व्यक्ति के सामने पूछताछ की, आप क्यों यहाँ पर बैठ रहा है? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആവശ്യത്തിലിരിക്കുന്നതായ നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങളെ സഹായിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. वो परमेश्वर के दास ने यह वचन दिया है, आवश्यकता के साथ कोई किसी यहाँ पर हो, मैं तुमको सहायक होकर आया है। ഒരു നല്ല ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ये अच्छा जिंदगी बिताने के लिए मैं तुम्हें सहाय करूंगा। അനേകം വ്യക്തികള് അദ്ദേഹത്തിന്റെ അടുക്കൽ വരികയും താൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നല്ല ആലോചനകൾ കൊടുക്കുകയും ചെയ്തു. अनेकों ने उनका सामने आया, उन्हीं के लिए प्रार्थना किया, मदद चाहिए वालों को मदद करने लगा।
അപ്പോൾ അദ്ദേഹം ആ സ്ഥലത്ത് ഒരു 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 സെന്റർ സ്ഥാപിച്ചു. ഇങ്ങനെയുള്ളതായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി, ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയുള്ളതായ വളരെ പ്രസിദ്ധമായിട്ടുള്ളതായ ഒരു സ്ഥാപനമായി അത് മാറി. और उसी जमाने में एक तंबू बनाया, इतनी तकरीमाते हुए लोगों को तस्रीह के लिए यहाँ पर वो तंबू के बीच में लाया। आगे आते दिनों में एक बड़ा महल बन गया वहां पर। അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജനത്തെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയും എന്ത് ത്യാഗവും സഹിക്കുന്നതിന് വേണ്ടി താൻ തയ്യാറായി. उन्हीं के बारे में सोच समझेगा तो कितनी भी मदद दे, कितनी भी आदर दे, कितनी सेवा करे, अपने आप को समर्पण किया, त्याग किया है। അങ്ങനെ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് തന്റെ സ്ഥാനമാനങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു ദാസനെ പോലെ ആ യേശുവിന്റെ മാതൃക നമുക്കും സ്വീകരിക്കാവുന്നതാണ്. और अधिकारी अधिकार होकर बैठ सकते थे, लेकिन ये सारे सब काम त्याग करते हुए एक दासत्व होकर दासन की न्यायी सेवकाई के लिए वहां पर गए थे। വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 32-ാം വാക്യം. मत्ती का सुसमाचार 25वां अध्याय में हम ये वचन भी पाया जाता है। സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും, അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. ആ വാക്യം ഒന്നുകൂടെ പറഞ്ഞേ. 25-ന്റെ 32-ാം വാക്യം. और यहाँ पर 25वां मत्ती का सुसमाचार 25वां अध्याय उसका 23वां पद में 32वां पद में और सब जातियों उसके सामने इकट्ठा की जाएगी, और जैसा चरवाहा भेड़ों के बकरियों से अलग कर देता है, वैसा ही वह उन्होंने एक दूसरे से अलग करेंगे. അപ്പോ ഒരു ഇടയൻ ആടുകളെ കോലാടുകളും എന്താണ് ആടുകളും ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിക്കുമെന്നാണ് പറയുന്നത്. यहाँ पर चरवाहा भेड़ों की बकरियों से अलग कर देता है, वैसा ही उन्होंने उस दूसरे के अलग करेगा. ഒരു നാൾ യേശു ഈ ഭൂമിയിൽ വീണ്ടും വരുമ്പോൾ യേശു സകല രാജ്യങ്ങളിലുള്ളതായ സകല വ്യക്തികളെയും അത് 2 ഗ്രൂപ്പുകളായിട്ട് മാറ്റും. यीशु मसीह ने वापस भूमि पर आएगा, तब ये दुष्ट लोगों और फलदायी काम किए हुए लोगों को अलग कर देता है. അപ്പോ അതില് കോലാടുകളെ കുറിച്ച് പറയുമ്പോൾ അത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു, ഗോട്ട് എന്ന് പറയുന്നത് കോലാടുകളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഗോട്ട് എന്ന് പറയുന്നത് അത് ഇടയൻ പറയുന്നതെന്നും അനുസരിക്കാത്തതായ ധിക്കാരം പിടിച്ച് പ്രവർത്തിക്കുന്നതായ ഒരു ഗ്രൂപ്പാണത്. ये बकरियों के बारे में देते हैं और उनका भाई बाजू में रुकते हैं। ये अहंकारी और आज्ञा ना मानने वाले इत्यादि खोर शूर लोगों की बारे में बताते हैं. എന്നാൽ ചെമ്മരിയാടുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിനയമുള്ളതാണ്, താഴ്മയുള്ളതാണ്, അനുസരണയുള്ളതാണ്. भेड़ों के बारे में हम सोच समझेगा तो दीनता से, नम्रता से और शांत स्वभाव वाले हैं. വലത്തുള്ളതായ ആളുകളോട് അല്ലെങ്കിൽ ആളുകളോട് കർത്താവ് പറയുന്നത്, ലോകസ്ഥാപനം മുമ്പ് നിങ്ങൾക്കായിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. दहिने की बाजू में ठहराया. ये भेड़ों की यीशु मसीह ने यही वचन देते हैं, दुनिया की भूमि को नेव डालने के पहले मैं तुम्हें चुन लिया है, जो तुम्हें आनंद अनुग्रह की भाग में चले जाओ. അവിടെ യേശു പറയുന്നത്, ഈ പാവപ്പെട്ടവരിൽ ഒരാളിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാകുന്നു ചെയ്തത് എന്നാണ്. मसीह ने ये वचन देता है, कंगाल है, दरिद्र है, अकाल में है, दुखी है,
जो लोगों को सेवकाई किया है और मेरे लिए किया है। അപ്പോ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അത് ഈ 35, 36 വാക്യങ്ങളാണ്. 35वां पद में ये वचन दिया है, क्योंकि मैं भूखा था और तुमने मुझे खाने क्यों दिया, मैं प्यासा था और तुम्हें मुझे पानी पिलाया, मैं परदेशी था और तुमने मुझे अपने घर में ठहराया, मैं नंगा था और तुम्हें मुझे कपड़ा पहनाया, मैं बीमारी था और तूने मेरी सुधि ली, मैं बंदूगृह में था और तुम मुझसे मिलने आया. ഇവിടെ നാം കാണുന്നത് വിശക്കുന്നവരും ദാഹിക്കുന്നവരും അപരിചിതരും നഗ്നരും രോഗികളും ജയിലിൽ കിടക്കുന്നവരും ഒക്കെയും ഇവർക്ക് നമ്മൾ ആശ്വാസം പകരുമ്പോൾ, അവരെ നമ്മൾ സഹായിക്കുമ്പോൾ അത് കർത്താവിന് സഹായിച്ചതായിട്ട് യേശു കണക്കാക്കും. बंदीगृह में हो, भूखे हो, नंगे हो और परदेशी हो इत्यादि कष्ट दुख भोगने वालों को दिलासा देता है और उनको और प्रेम मेल मिलाप देता है. ऐसा करने वालों को मसीह ने ये वचन देता है, जितना किया इतना मेरे लिए किया है. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ട് നാം സ്വർഗരാജ്യം അവകാശമാക്കുമോ എന്നുള്ളത് ദൈവദാസന്മാരുടെ ഇടയിലുള്ളതായ ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളതായ ഒരു സബ്ജക്റ്റ് ആണ്. और आजकल दिनों में परमेश्वर के दासों के बारे में ये वचन है, तो भले काम किया है, भले बातों में आग्रह आए हैं, ये बात के बारे में നമ്മുടെ പ്രവൃത്തികൾ നമ്മെ രക്ഷിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. हमारा कामों हमें उद्धार नहीं देता है. എന്നാൽ വാസ്തവമായിട്ട് നാം രക്ഷിക്കപ്പെട്ടവരാകുന്നു എങ്കിൽ നമ്മുടെ വിശ്വാസം അത് വെളിപ്പെട്ട് വരുന്നത് ഇങ്ങനെയുള്ളതായ പ്രവൃത്തികളിലൂടെ അത്രേ. हम उद्धार पाए हुए लोग होवे तो वो प्रकट आते हैं, ऐसा ही कामों के द्वारा बात प्रकट होता है. അപ്പോൾ നമ്മൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടായിരിക്കാം, പക്ഷെ അതിന്റെ തെളിവ് എന്താണ് എന്നുള്ളത് ഒരു ചോദ്യമാണ്. और मन भराया यीशु को पा लिया है, ग्रहण किया है, जो व्यक्ति हमारा काम कार्यों के द्वारा हमारा मसीह को प्रकट करना हमारा उचित बात है. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നതിന്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ ത്യാഗത്തോടുകൂടി നമ്മുടെ വിശ്വാസം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. और हमारे कामों के द्वारा, हमारा कार्य के द्वारा हम मसीह का काम कार्य हमारा कामों के द्वारा संसार को प्रकट करते हैं. അപ്പോ നമുക്ക് ക്രിസ്തുവുമായിട്ടുള്ളതായ ബന്ധം, ഒരു ബന്ധമുണ്ട്, അവനുമായൊരു കൂട്ടായ്മയുണ്ട്. ക്രിസ്തുവിന്റെ മാതൃക നാം സ്വീകരിച്ച് അതുപോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അവിടെ വെളിപ്പെട്ട് വരും. यहाँ पर प्रकट होते हैं मसीह की काम कार्यों में, मसीह की शक्ति सामर्थ्य यहाँ पर हम प्रकट किया करते हैं. അപ്പോൾ ജീവിതത്തിലെ വളരെ ഇല്ലായ്മകളുടെ മധ്യേ ഇരിക്കുന്നതായ വ്യക്തികളെ നാം സഹായിക്കുമ്പോൾ യേശു പറയുന്നത് നിങ്ങൾ എന്നെയാണ് സഹായിച്ചത് എന്ന്. और मसीह ने ये वचन दिया है, धक्के मारते हुए लोगों को तसल्ली देते हैं, आदर देते हैं, उनका सेवकाई करते हैं. जितने तुम्हारे में से नीचे लोगों को किया है, इतना मेरे लिए किया है. നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ അറിയാമല്ലോ, അനേകം ദൈവമക്കളെ, വിശ്വാസികളെ പീഡിപ്പിക്കുന്നുണ്ട്. അവരെ വളരെയധികം ക്രൂരമായിട്ട് അവരെ ഉപദ്രവിക്കുന്നുണ്ട്, ജയിലിൽ പിടിച്ചിരുന്ന കള്ളക്കേസുകളിൽ കൊടുക്കുന്നു. आजकल दिनों में हम देखते हैं मसीह की लोगों को, सेवकों को जेल खाने में डालते हैं और झूठे कहानी कहते हैं, कई प्रकार की दुखी खेद धोने का उनका पीड़ा में लाते हैं.
കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കുമ്പോൾ അത് എനിക്ക് സംഭവിച്ചതായിട്ട് ഞാൻ കണക്കാക്കും എന്ന്. मसीह ने ये वचन दिया, तुम्हें कष्ट सहजते हैं, तुमको पीड़ा देते हैं, वो पीड़ा मैं भी अपने आप का ऊपर लेते हैं. ശൗല് സഭയെ ഉപദ്രവിച്ച് നടന്നപ്പോൾ ശൗലിനോട് യേശു ചോദിച്ചു, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന്. शाऊल मसीह के लोगों को सताने के लिए हाथ फैलाया, हाथ उठाया, तब मसीह ने चेतावनी दी, आकाशवाणी दी, तूने मुझे सताते हैं. സുവിശേഷ നിമിത്തം നാം പീഡിപ്പിക്കപ്പെടുമ്പോൾ, ജയിലുകളിൽ അടയ്ക്കപ്പെടുമ്പോൾ, നാം അത് വല്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് പറയുന്നത് അത് അവർ എന്നെ ഉപദ്രവിക്കുന്നു എന്നത്രേ. सुसमाचार के कारण पीड़ित होता है, जेल खाने में होते हैं, तब मसीह के वचन कहता है, भाइयों तुम्हारे लिए नहीं मेरे लिए किया है वो लोग ने. അപ്പോൾ സുവിശേഷ നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നതായ വ്യക്തികളെ കുറിച്ച് കർത്താവ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ കുറിച്ച് കർത്താവിന് കൺസേൺ ഉണ്ട്, കർത്താവിന് അവരെ കുറിച്ച് വിചാരമുണ്ട്. सुसमाचार के बारे में पीड़ित होता है, पीड़ा अनुभव करते हैं, उसके बारे में मसीह कहते हैं तुम्हारे और तुम्हारा बात के बारे में सोच विचार मुझे में है. അനേകർ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ നിസ്സഹായരായ അവരുടെ കുടുംബത്തെ നാം സഹായിക്കണം, അവരുടെ സഭയെ ഓർത്ത് നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. इसी प्रकार की पीड़ा होता है. ये पीड़ित होने वाले सेवकों का, जनों की पत्नियों, परिवारों, उनका कुटुंब को संभालने का काम हमारा कर्तव्य है. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച്, ഈ ഒരു പാസേജിനെ കുറിച്ച് ഒരു അഭിപ്രായമുള്ളത്, അതായത് യഹൂദന്മാര് പീഡിക്കപ്പെട്ടപ്പോൾ ആന്റി ക്രൈസ്റ്റിൻ്റെതായ പ്രവർത്തന ഫലമായിട്ട് യഹൂദന്മാർക്ക് വളരെയധികം കഠിനമായിട്ടുള്ള ഉപദ്രവം നേരിട്ടപ്പോൾ അവരെ സഹായിച്ചതായ അനേകം വ്യക്തികളുണ്ട്, അനേകം രാജ്യങ്ങളുണ്ട്. ये इस्राएल यहूदियों को पीड़ा दिया है अंधक्रिस्त के समय में, और पीड़ा के समय इस्राएलियों ने पराया देश में जाते हैं, तब वहां पर उन्होंने संरक्षण की, जो संरक्षण के बारे में कहना जाते हैं. അപ്പോ അനേകം യഹൂദന്മാർ അന്ത്യകാലത്ത് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും. बहुत सारे यानी यहूदियों यीशु मसीह में अपनाया, ग्रहण किया, आगे आएंगे. ഇസ്രായേൽ ഇനിയും നിരന്തരമായിട്ടുള്ള യുദ്ധങ്ങൾ ഉണ്ടാകുവാൻ പോവുകയാണ്. इस्राएलियों में और भी युद्ध आगे होने वाला संभव की बात है. യോർദാൻ പോലുള്ളതായ ചില രാജ്യങ്ങൾക്ക് ഇസ്രായേൽ യഹൂദന്മാർക്ക് അഭയം കൊടുക്കും എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ये पंडितों ने, ज्ञानियों ने ये कहना जाता है योर्दान और इत्यादि अन्य और देश वाले इस्राएलियों को अभयार्थी होकर आते हैं, अभय देता है. കഠിനമായ പെർസിക്യൂഷൻ ഉണ്ടായപ്പോഴത്തേക്ക് യഹൂദന്മാര് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചിതറപ്പെട്ടു. और इतने पीड़ित हुई, उसी समय इस्राएलियों ने पराया देश में परदेशी होकर रहने दिया. പല യഹൂദന്മാരെയും അടിമകളായിട്ട് അറബികളുടേതായ വീട്ടുവേലക്കാരായിട്ട് നിൽക്കേണ്ടതായ ഗതികേട് അവർക്കുണ്ടായി. और बहुत सारे यहूदियों को अरबी लोगों का घर में नौकरानी होकर नियुक्त किया था. കേരളത്തിലും മണിപ്പൂരിലും ഒക്കെ അനേകം യഹൂദന്മാർ വന്ന് കുടിയേറി പാർത്തു. केरला में और मणिपुर में इत्यादि बहुत सारे इंडिया के अंदर यहूदियों ने आकर रहने दिया. യഹൂദന്മാരുടെ വംശത്തിൽ നഷ്ടപ്പെട്ടതായ മനശ്ശെ ഗോത്രത്തിലുള്ള ആളുകളാണ് മണിപ്പൂരിൽ താമസിക്കുന്നതായ വ്യക്തികൾ എന്ന് പറയപ്പെടുന്നു. और इस्राएलियों को ऊपर इतना पीड़ा दिया, जो पीड़ित पाए हुए लोग मणिपुर में आया, एक मनुष्य गोत्र वाले हैं. ഇവരെയെല്ലാം മടക്കി കൊണ്ടുപോകുന്നതായ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ये सारे सबों को इंडिया मणिपुर में से इस्राएलियों में वापस ले जाने के लिए समय निकट पहुंचा है. പ്രിയരെ, അതുകൊണ്ട്
ഇങ്ങനെയുള്ളതായ അത് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നതായ, കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നതായ വ്യക്തികളെ സഹായിക്കുവാൻ തക്കവണ്ണം നമുക്കൊരു ബാധ്യതയുണ്ട്. इसी प्रकार इत्यादि कष्ट दुख भोगने वालों को मदद करना, सेवाई करना हमारा कर्तव्य है. അതെ, നമുക്ക് വേണ്ടി ദൈവം അതെ മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്നതായ അവകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമുക്ക് യോഗ്യതയുള്ളവരായി തീരാം. हम जागते ही रहो, हमारे लिए भवन तैयार करने के लिए मसीह प्रथम होकर पहलौठे होकर स्वर्ग राज्य में पहुंचा और हमको उधर बैठाने के लिए. നാം ഈ ചിന്തിച്ചതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം പറയുകയാണെങ്കിൽ, നാം മറ്റുള്ളവരെ ആദരിക്കുകയും മറ്റുള്ളവരെ അംഗീകരിക്കുകയും അവർക്ക് വില കൊടുക്കുവാനും തയ്യാറാവണം. इसके मैं इतने कहने की संक्षिप्त बात यही है, आप दूसरों को, एक दूसरों को आदर करना, प्रेम करना, मेल मिलाप करना और उसको सेवकाई करना हमारे ऊपर सौंपा हुआ काम है. മറ്റുള്ളവർക്ക് വിലമതിക്കുക, അവരെ അംഗീകരിക്കുക. और दूसरों को और हम महिमा देना, आदर करना, वो ही बड़ा है, ये सोच समझना. അത് അവർക്ക് ഇല്ലായ്മകളുടെ മധ്യേ മാന്യമായി ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കുവാൻ തക്കവണ്ണം അത് ആത്മാവുള്ളതായ നാം ഓരോരുത്തരും തയ്യാറാകണം. दुख से भरी हुई लोगों को आदर करना, प्रेम करना, उनको सेवकाई करना हमारा फर्ज है. നിരാശയിലിരിക്കുന്ന വ്യക്തികളെ നമ്മുടെ വാക്കുകൾ കൊണ്ട് അവരെ ഉത്സാഹിപ്പിക്കുക. निराशा में रहने वाले व्यक्तियों को हमारा बोली से, शब्द से उनको उत्साहित करना. അങ്ങനെയാണ് എങ്കിൽ നാം മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെ, ശുശ്രൂഷയിലൂടെ ഈ 2026 ഏറ്റവും നല്ല ഒരു വർഷമാക്കി തീർക്കുന്നതിനും നമുക്ക് കഴിയും. ऐसा होवे तो 2026वां वर्ष हमारा जिंदगी की आनंद की जिंदगी है, महिमा पाया हुआ जिंदगी बनेंगे. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എവരെയും ഈ വർഷം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ये वचनों से ये वर्ष परमेश्वर की महिमा की आदर, महिमा हमारा साथ में साथ बने रहे. आमीन.